ഹലോ ഗൈസ്, ഇന്നാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ദിവസം. അതായത് ഹെൻസുൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ എല്ലാവരും ഓരോ ജോലികളിലാണ്. കിച്ചാമണിയാണ് ഇവിടെ ക്യാരറ്റും ക്യാപ്സിക്കനൊക്കെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അരിയുന്നത്. പിന്നെ മാമച്ചിയാണ് ബിരിയാണി വെക്കുന്നത് ഇന്ന്. അപ്പോൾ മാമച്ചി രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മാമച്ചി വന്നു. ഇന്ന് ഹെൻസു രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയപ്പോഴേ അവൾ എണീറ്റ് ഓണമായിരുന്നു. നമ്മളൊന്നും ഉറക്കാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ചെമ്പ് വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള. സച്ച് ഇവിടെ പാത്രം കഴിയുന്നു. അച്ചുവിന് മാത്രം പ്രത്യേകിച്ച് യാതൊരു ജോലിയില്ല. അവൾക്ക് ഹെൻസുവിനെ നോക്കുക തന്നെ ജോലി. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊരു ജോലി, പിന്നെ ഫോൺ എടുത്ത് വീഡിയോ എടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ്. പിന്നെ ഈ സ്റ്റേജിൻ്റെ അവിടെ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഒരു ടേബിൾ വരും. അതായത് ഈ ടേബിൾ പിടിച്ച് നമ്മൾ അവിടെ ഇട്ടിട്ടാണ് ഇതിലാണ് നമ്മൾ കേക്ക് കിട്ടിയാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഒരു കേക്ക് സ്റ്റാൻഡ് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത ചെറിയ ചെറിയ ജോലിയൊക്കെ ഒതുക്കിയിട്ട് വേണം നമുക്ക് കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ. ഒരു 11:30 ആകുമ്പോഴത്തേക്ക് വരാനാണ് ഞാൻ അവിടുത്തെ ഇത്താടത്ത് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുളിച്ച് റെഡിയാവണം. ഇതാണ് ഗൈസ് ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരിത്. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ, എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിളിച്ചവരൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കാപ്പിയൊന്നും കുടിച്ചില്ലായിരുന്നു. എല്ലാവരും ഒരേ ജോലിയിലായതുകൊണ്ട് നമ്മൾ കാപ്പി കുടിക്കാൻ കുറച്ച് താമസിച്ച് ഒരു 10 മണിയായിരുന്നു. പിന്നെ ഞാനും സച്ചും അച്ചും കിച്ചൊക്കെ കാപ്പിയൊക്കെ കുടിച്ച്. കിച്ചാണ് ഇപ്പോഴും വീണ്ടും അവിടെ ഇരുന്ന് അരിയുകയാണ്. അരിഞ്ഞു കഴിഞ്ഞില്ല, അവിടെ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. എല്ലാം കഴിഞ്ഞാൽ മാത്രമേ എണീക്കാൻ പറ്റത്തുള്ളൂ. കഷ്ടം അവിടെ നിന്ന് എല്ലാം അരിഞ്ഞ് പറക്കുകയാണ് ഗൈസ്. ഇപ്പുറത്ത് നമ്മുടെ കതിയാമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവർക്കൊരു ബോറടിച്ചില്ലായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ ജസ്റ്റ് വിട്ടുപോയതാണ്. ഞങ്ങൾ പോയി കുളിച്ച് റെഡിയാവാനായിട്ട് പോയി. ആദ്യം ഓരോരുത്തരായിട്ട് കുളിക്കാനൊക്കെ ഒരുങ്ങി. പിന്നെ ഒരുങ്ങാൻ വന്നു. ഇതാണ് ഗൈസ്, ഞാൻ അവിടെ നിന്ന് ഒരുങ്ങുന്നതേ ഉള്ളൂ. അതിനും പറ്റി അച്ചു വീഡിയോ എടുത്തതാണ്. എനിക്കും ഹെൻസിനും ഓരോ കളർ ഡ്രസ്സായിരുന്നു. പക്ഷേ എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അവൾ ആ ഡ്രസ്സ് ഇട്ടിട്ട്, കാരണം അവളുടെ ഡ്രസ്സ് കുറച്ച് ഹെവി ആയിരുന്നു. അപ്പോൾ അത് ഇടാൻ നേരത്തെ തന്നെ അവൾ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. വേറെ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സിലാണ് അവൾ ഫോട്ടോ എടുത്തേക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കളറായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അവൾ അന്നേരം മാത്രമേ ആ ഡ്രസ്സ് ഇട്ടുള്ളൂ. പിന്നെ ഫോട്ടോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അതിൻ്റെ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. വീട്ടിൻ്റെ അതുവഴിയാണെങ്കിൽ ഈ ഉപ്പിലിട്ട മാങ്ങ, പിന്നെ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്, അങ്ങനെ കുറേ ഐറ്റംസ് കൊണ്ട് ഒരാൾ പോയിരുന്നത്. പിന്നെ ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങി കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് തപ്പാനയും ആൻറ്റിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അജിയൊക്കെ, ഫൗസ് കുഞ്ഞി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ച് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും വന്നതിൽ. അങ്ങനെ പിന്നെ ഓരോരുത്തരായി ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ആയി. പിന്നെ ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ആയി. ആ സമയം കൊണ്ട് തന്നെ ഞാനും അച്ചുവും കൂടി കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകായിരുന്നു. അപ്പം 11:30 ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ സമയമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനും അച്ചുവും കൂടെ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോയും കാത്ത് നിൽക്കുമായിരുന്നു. നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടെ 5 ഉള്ള ഒരു ഇത്തടയിൽ നിന്നാണ്. നല്ല കേക്കാണ്. ഞാൻ ഒരു 3-4 വട്ടം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്നത്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. ഇതായിരുന്നു നമ്മുടെ കേക്ക് ഗൈസ്. ഞാൻ റെഫറൻസ് കൊടുത്തതുപോലെ തന്നെ എനിക്ക് ചെയ്ത് തന്ന് പോയപ്പം തന്നെയാണ് നമുക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. അതായത് പാക്കൊക്കെ ചെയ്ത് തന്നത്. അവിടെ മിനി ഡ്രീം കേക്കും എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. പ്ലം കേക്കൊക്കെ ഉണ്ട്. കേക്ക് എടുക്കാൻ പോകുന്നിടത്ത് എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഇതേ ഉള്ളത്. കാരണം ഇത് കട്ട് ചെയ്യുന്ന നേരത്ത് അവൾ കരയോ, അങ്ങനെ ബഹളം വെക്കും, എന്നെ സമ്മതിക്കൂലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷൻ.